നമസ്കാരം. പഞ്ചായത്ത് അംഗത്തെ പുറത്താക്കി. പരാതിയുമായി വനിതാ പഞ്ചായത്ത് അംഗവും. കോൺഗ്രസിലെ സംഭവ പരമ്പരകൾക്ക് പിന്നിൽ പഠനപ്പിണക്കമോ? ചർച്ചകൾ സജീവം. മേഖലയിൽ കോൺഗ്രസിൽ അടുത്തിടെ നടന്ന രണ്ട് സംഭവങ്ങളാണ് ഇത്തരത്തിൽ ചർച്ചകൾ സജീവമാകാൻ കാരണം. കുട്ടമ്പുഴ പഞ്ചായത്ത് അംഗം KACBയെ DCC പ്രസിഡന്റ് പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതാണ് ആദ്യത്തെ സംഭവം. CB പ്രസിഡന്റായിരുന്ന കുട്ടമ്പുഴ റൂറൽ സഹകരണ ബാങ്കിൽ നടന്ന ക്രമക്കേടുകൾ പാർട്ടിക്ക് പൊതുസമൂഹത്തിൽ അവമതിപ്പ് സൃഷ്ടിച്ചു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് CBയെ പുറത്താക്കുന്നത് എന്ന് DCC പ്രസിഡന്റ് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. കുട്ടമ്പുഴ പഞ്ചായത്തിൽ UDFനെ ഭരണത്തിലെത്തിക്കാൻ പ്രവർത്തിച്ച മേഖലയിലെ പ്രധാന പാർട്ടി പ്രവർത്തകരിൽ ഒരാളാണ് CB. പാർട്ടിയിലെ തന്നെ എതിർചേരിയിലെ ചിലരുടെ രഹസ്യ നീക്കത്തെ തുടർന്നാണ് CBയെ DCC പ്രസിഡന്റ് പുറത്താക്കിയത് എന്ന തരത്തിൽ ഇപ്പോൾ പ്രചാരണം ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ കെട്ടടങ്ങും മുമ്പെയാണ് കിഴക്കൻ മേഖലയിലെ പാർട്ടിയിലെ വനിതാ പഞ്ചായത്ത് അംഗം തനിക്കൊപ്പം ജയിച്ചു വന്ന പുരുഷ പഞ്ചായത്ത് അംഗത്തിനും പാർട്ടിയിലെ മുൻ ബ്ലോക്ക് പ്രസിഡന്റിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി രംഗത്തെത്തിയത്. പഞ്ചായത്ത് അംഗവും പാർട്ടി നേതാവും ലൈംഗിക ചുവയോടെ തന്നോട് സംസാരിച്ചു, കൂടെ ചെല്ലാൻ ആവശ്യപ്പെട്ടു, ഭീഷണിപ്പെടുത്തി, പൊതുസമൂഹത്തിൽ മോശക്കാരിയായി ചിത്രീകരിച്ച് പ്രചാരണം നടത്തി എന്നിവയായിരുന്നു വനിതാ പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയിലെ പ്രധാന പരാമർശങ്ങൾ. പരാതി കൊടുത്തിട്ടുണ്ടെന്നും പാർട്ടി നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കും എന്നറിയാൻ കാത്തിരിക്കുകയാണെന്നും ഇന്നലെ പരാതിക്കാരിയായ പഞ്ചായത്ത് അംഗം M4 മലയാളത്തോട് സ്ഥിരീകരിച്ചിരുന്നു. തന്നെ പരാതിക്കാരി സമൂഹത്തിൽ മോശക്കാരനായി ചിത്രീകരിച്ചെന്നും ഇക്കാര്യം പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുമെന്നുമായിരുന്നു ആരോപണ വിധേയനായ പഞ്ചായത്ത് അംഗത്തിന്റെ പ്രതികരണം. എന്തായാലും ഇന്നലെ ഇരുവരുമായി DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ചർച്ച നടത്തിയെന്നും ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പ്രശ്നം പരിഹരിച്ചെന്നുമാണ് ഇപ്പോൾ പരക്കെ പ്രചരിക്കുന്ന വിവരം. ഇക്കാര്യം ആരോപണ വിധേയനായ പഞ്ചായത്ത് അംഗം M4 മലയാളത്തോട് സ്ഥിരീകരിച്ചു. ഏതാണ്ട് ഇത്തരത്തിലുള്ള പ്രതികരണമാണ് പരാതിക്കാരിയും പങ്കുവച്ചത്. DCC പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തന്നെക്കുറിച്ച് ചിലർ തെറ്റായ വിവരങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ഇതിനെതിരെ നിയമ നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും പരാതിക്കാരി M4 മലയാളത്തോട് വ്യക്തമാക്കി. വനിതാ പഞ്ചായത്ത് അംഗത്തിന്റെ പരാതി CBയെ പുറത്താക്കിയതിന് പിന്നാലെയാണ് പുറത്തു വന്നതെന്നും ഇതിന് പിന്നിൽ CBയെ അനുകൂലിക്കുന്നവരാണ് എന്നും മറ്റുമുള്ള പ്രചാരണം ശക്തിപ്പെട്ടിട്ടുണ്ട്. വനിതാ പഞ്ചായത്ത് അംഗം DCC പ്രസിഡന്റ് അയച്ച പരാതി സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചെന്നും പരാതിയിലെ ആരോപണ വിധേയനായ പഞ്ചായത്ത് അംഗത്തെ പൊതുസമൂഹത്തിൽ മോശക്കാരനാക്കുകയായിരുന്നു പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചവർ ലക്ഷ്യമെന്നും മറ്റുമുള്ള ചർച്ചകളും പാർട്ടി പ്രാദേശിക തലം മുതൽ സജീവമായിട്ടുണ്ട്. എന്തായാലും ഈ രണ്ട് സംഭവങ്ങളും പാർട്ടിക്ക് മേഖലയിൽ വലിയ നാണക്കേട് സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് സാധാരണ പ്രവർത്തകരുടെ വിലയിരുത്തൽ. M4 മലയാളം, കോതമംഗലം.